ഇതാണ് ഐഫോൺ 17 പ്രോ മാക്സ്. ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. ആദ്യമായിട്ട് ഡിസൈൻ മൊത്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഫുൾ അലുമിനിയം യൂണിബോഡി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളൊക്കെ വലിച്ച് നീട്ടിയിട്ടുണ്ട് അങ്ങോട്ട്. താഴെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചേഞ്ച് ആയി. പിന്നെ ഈ കാണുന്ന 3 കളറിലാണ് ഈ ഫോണുകൾ വരുന്നത്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഡിസ്പ്ലേ 120 ഹെർട്സിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ അതിൽ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൂടി കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ബെറ്റർ ആക്കിയിരിക്കുകയാണ് ഡിസ്പ്ലേ സെറ്റപ്പ്. ഇനി മൂന്നാമത്തെ കാര്യം, ടെലിഫോട്ടോ ലെൻസ് വന്നിട്ട് ഇപ്പോൾ 48 മെഗാ പിക്സൽ ആക്കി. കഴിഞ്ഞ വർഷം അത് 12 മെഗാ പിക്സൽ ആയിരുന്നു. ഇപ്പോൾ 48 ആണ്. പ്ലസ് 8x ഒപ്റ്റിക്കൽ സൂം ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3ഉം 48 മെഗാ പിക്സൽ ക്യാമറകളാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ കംപ്ലീറ്റ് മാറി 18 മെഗാ പിക്സലിന്റെ സെൻട്രൽ സ്റ്റേജ് ക്യാമറയാണ്. അതായത് നമ്മൾ നോർമൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കും. കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമ്മൾ സൈഡിലേക്ക് ചെരിച്ച് പിടിച്ചാണ് സെൽഫി എടുക്കുക. ഇനി അതിന്റെ ആവശ്യമില്ല. നേരെ തന്നെ പിടിച്ചുകൊണ്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് മാറി വൈഡ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ A19 Pro അപ്ഡേറ്റഡ് ആയ പുതിയ ചിപ്സെറ്റ് ആണ്. ഒപ്പം തന്നെ വേപ്പർ കൂളിംഗ് ചാമ്പർ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. സോ ബെറ്റർ പെർഫോമൻസ്. ഇനി ബാറ്ററി ലൈഫിലാണെങ്കിൽ 37 അവറിന്റെ ബാറ്ററി ലൈഫ് ആണ് പറയുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് 40 വാട്ടിന്റെ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 50% ഒക്കെ 20 മിനിറ്റ് കൊണ്ട് ചാർജ് ആയി കിട്ടും. സോ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടാണ് ഒരു പുതിയ അപ്ഗ്രേഡ് ആയ 17 Pro Max വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഐഫോൺ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടിപൊളിയായിട്ടാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം.